വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മീഡിയ വൺ പാലക്കാട് ഇന്റലിജൻസ് റിപ്പോർട്ട്. ശോഭാ സുരേന്ദ്രന്റെ വോട്ടിന് നോട്ട് എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നതിലാണ് പ്രകോപനം. സാജിദിനെ അപായപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും കേരളത്തിൽ മീഡിയ വൺകാർ പോയി STB-കാരെ കണ്ടാൽ തീരുന്ന പ്രശ്നമൊന്നും STB-കാരെ കണ്ടാൽ അവര് കൈകാര്യം ചെയ്തത്. അല്ലാതെ മീഡിയക്കാർക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് വെൽഫെയർ പാർട്ടിക്കൊന്നും അതിനുള്ള ധൈര്യമില്ല. RSSനെതിരെ പോരാടാൻ STB-കാർക്കേ പറ്റൂ. STB-കാരാവും പ്രതിരോധമാണ്. ഇവരെ അടിക്കാൻ തിരിച്ചടിച്ച RSS ഒതുങ്ങും. RSS പേടിത്തൂറികളാണ്. വേറെ RSSന് ധൈര്യമൊന്നുമില്ല. RSSനെ അടി ശരീരത്തിൽ നൊന്താമാർ ഓടും. അത് നോയിപ്പിക്കണമെങ്കിൽ STB-കാരെ കൊണ്ടേ പറ്റൂ. ഇന്ത്യയിൽ ഇന്നുള്ള ആകെയുള്ള ഒരു ഏക പാർട്ടി STB-കാരേ ഉള്ളൂ സംഖ്യകളെ നേരിടാൻ. പിന്നെ STB-കാർക്ക് RSSന്റെ അകത്തുള്ള എല്ലാ അനക്കങ്ങളും അറിയാം. അവന്മാര് പണ്ട് CPM ഉണ്ടായിരുന്നു, നേരിടുമെങ്കിലും അവർ തമ്മിൽ നിരപരാധികളെ തട്ടിക്കൊണ്ടാണ് ഇരുന്നത്. ഈ CPM-ൽ ഒന്നിനെ തട്ടിയ RSS-ലൊന്ന് നിരപരാധികളെ തട്ടിക്കൊണ്ടിരിക്കും. STB വന്നതിന് ശേഷം നിരപരാധികളെ കൊന്നിട്ടില്ല. എല്ലാം നേതാക്കന്മാരാ. ഇമാര് നേതാക്കൾ ആപ്പാപ്പത്തോടും STB പോയി അതിന്റെ തല എടുത്തോണ്ട് നേതാക്കന്മാരെ തട്ടിയിട്ടുള്ളൂ. ആലപ്പുഴയില് കണ്ടില്ലേ, സലാമിനെ തട്ടി നേരെ വെളുക്ക് മുമ്പ് രഞ്ജിത്തിനെ തട്ടി, രഞ്ജിത്തിന് ശ്രീനിവാസനെ തട്ടി. പാലക്കാട് സുബൈറിനെ തട്ടി നേരെ വെളുക്ക് മുമ്പ് എന്റെ പേരെന്തോന്ന് ഒരു പേര് പറഞ്ഞു, അവനെ തട്ടി. അതുകൊണ്ട് STB ആ കാര്യത്തിന് നമ്പർ 1 ഇന്ന് ഇന്ത്യയിൽ. സംഖ്യകൾ RSS പേടിക്കുന്ന ഒരു സംഘടനയും STB മാത്രമേ ഉള്ളൂ. അല്ലാതെ വെൽഫെയർ പാർട്ടിക്കൊന്നും അതിനുള്ള ആംബിയറൊന്നും ഇല്ല, അതിനുള്ള പ്രതിരോധ ശേഷിയില്ല. അമ്മാര് ഗാന്ധിജിയുടെ അടി കൊണ്ട ഒരു ചവിട്ടി അടി തന്നാൽ അടുത്ത ചവിട്ടം കാണിച്ചു കൊടുത്തിട്ട് അതിന് നമ്പർ 1 STB-കാർ തന്നെയാണ്. ഞാൻ കേരളത്തിലെ പഠനം പഠിച്ചതിനെ വെച്ച് എനിക്ക് പറ്റിയത്. പിന്നെ മീഡിയക്കാർ പേടിക്കാന്ന് വേണ്ട. ഇമാര് നിങ്ങൾ പോയി STB-കാരെ കണ്ടാൽ മതി, വേറെ പ്രശ്നമേ ഇല്ല, എല്ലാം തീരും. ഓക്കെ.